नमस्ते दोस्तों, हिंदी वर्ल्ड में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. ഈ വീഡിയോയിൽ നമ്മൾ HSA ഹിന്ദി സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജിനെ കുറിച്ചും അതേപോലെ തന്നെ ഏതൊക്കെ ജില്ലയിലാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്നേക്കുന്നതെന്നും ഈ മെസ്സേജ് വന്നവരെല്ലാം ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ഏതൊക്കെ ജില്ലയിലേക്കാണ് HSA ഹിന്ദി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 20/8/2025 വയനാട് ഡിസ്ട്രിക്റ്റിലേക്കുള്ള HSA ഹിന്ദി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട്. ആദ്യം വന്ന മെസ്സേജ് വയനാടിലെയാണ്. പിന്നീട് 12/9/2025 കണ്ണൂർ ഡിസ്ട്രിക്റ്റിലേക്കുള്ള HSA ഹിന്ദി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട്. പിന്നെ ഇതുമായി സംബന്ധിച്ച് കുറേ പേർക്കുള്ള ഡൗട്ടുകൾ ദൂരീകരിച്ചു തരാം. ആദ്യം തന്നെ ഓൾറെഡി ഈ പോസ്റ്റിൽ HSA എക്സാം നിങ്ങൾ കഴിഞ്ഞ തവണ എഴുതി ഇതേപോലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ് പ്രൊസീജിയറിലൂടെയൊക്കെ കടന്നു പോയവരാണെങ്കിൽ വീണ്ടും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല. എന്നാൽ നിങ്ങളിങ്ങനെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റോ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കാലാവധി കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ചിലതിന് 6 മാസം 1 വർഷമൊക്കെയാണ് നമുക്ക് ചെയ്ത് കിട്ടുക. അപ്പോൾ കാലാവധി കഴിഞ്ഞതാണെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റ് അപ്ലോഡിംഗ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ഉദിക്കുന്നൊരു ചോദ്യമാണ്, ഇനി ഞാൻ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുമോ, ഉറപ്പായും ഉൾപ്പെടുമോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാവും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതിലൊരു ചെറിയ ശതമാനം ആൾക്കാർ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടില്ല. നിരാശരാകാൻ പറഞ്ഞതല്ല, ഭൂരിഭാഗം ആൾക്കാരും ഉൾപ്പെടും. എന്നാൽ അവസാന മാർക്കിൽ കിടക്കുന്ന കുറച്ച് പേര് ഉൾപ്പെടാതെ പോകും. ഇത് PSCയുടെ ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡിങ്ങിന് തന്നേക്കുന്ന ഡേറ്റിനുള്ളിൽ എല്ലാ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുവായി ഇപ്പോൾ ഓൾറെഡി പ്രൊസീജിയറിലൂടെ കടന്നു പോയൊരു സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ രണ്ടാമത് അപ്ലോഡൊന്നും ചെയ്യില്ല. അപ്പോൾ നോൺ ക്രീമിയുടെ കാര്യവും മറന്നുപോയി എന്ന് വെച്ചോളൂ. അങ്ങനെ നോൺ ക്രീമി സർട്ടിഫിക്കറ്റ് എങ്ങാനും ഡേറ്റ് കഴിഞ്ഞതാണ് കിടക്കുന്നതെങ്കിൽ പൊതുവെ PSC ഓഫീസുകളിൽ നിന്നും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാറുണ്ട്, നിങ്ങളുടെ പുതിയ നോൺ ക്രീമി ലെയർ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഉടനെ തന്നെ ഷോർട്ട് ലിസ്റ്റ് എപ്പോൾ വരും, അതേപോലെ ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡിന് ശേഷമുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇത്രയും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പോസ്റ്റുകളുടേക്കുള്ള HSA ഹിന്ദി മറ്റു ജില്ലകളിലെയും ഉടനെ തന്നെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സാധാരണയായി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന് 1 മാസത്തിനകം തന്നെ ഷോർട്ട് ലിസ്റ്റ് കേരള PSC പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.